നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിന്റെയൊന്നും സഹായം കൊണ്ടല്ല ഞാൻ ജയിച്ചതും കേന്ദ്രമന്ത്രിയായതും. അതുകൊണ്ട് നിന്നെയൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. ഈ മനോഭാവമാണത്രേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂരിലെ BJP പ്രവർത്തകരോടും നേതാക്കളോടും ഉള്ളത്. വലിയ തോതിലുള്ള എതിർപ്പും പ്രതിഷേധവും BJP പ്രവർത്തകരുടെ ഇടയിൽ നിന്നും നേതാക്കളുടെ ഇടയിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന് നിരവധി പരാതികളാണ് തൃശൂരിലെ BJP പ്രവർത്തകർ അയച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും തങ്ങളെ ഒരു കാലത്തും ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ വാശിയോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുന്നോട്ടു പോകുന്നതെന്നും തൃശൂരിലെ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും പട്ടിയുടെ വില പോലും അദ്ദേഹം കൊടുക്കുന്നില്ലെന്നുമാണ് ചില നേതാക്കളുടെ പരാതി. കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ പങ്കെടുത്ത BJP പരിപാടിയിൽ പോലും തൊട്ടടുത്തുണ്ടായിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തില്ലത്രേ. ഒരു നേതാവിനെയും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടു പോകുന്ന സുരേഷ് ഗോപിയുടെ ഈ നടപടിയിൽ BJPക്കുള്ളിൽ കടുത്ത എതിർപ്പും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഇതെല്ലാം രൂക്ഷമായതിനെ തുടർന്ന് നേതാക്കൾ തന്നെ പല പരാതികളും RSS നേതൃത്വത്തിനും BJP നേതൃത്വത്തിനും നൽകിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുകൊണ്ടൊന്നും കുലുങ്ങില്ല. നിങ്ങളുടെ ഒന്നും ഒരു സഹായവുമില്ലാതെ ജയിച്ചു കയറിയ എനിക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെന്നും കൈകാര്യം ചെയ്യണമെന്നും അറിയാം. അതുകൊണ്ട് എന്നെയൊന്നും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും വരണ്ട എന്ന മനോഭാവമാണത്രേ സുരേഷ് ഗോപിക്ക് തൃശൂരിലെ BJP നേതാക്കളോടും പ്രവർത്തകരോടും ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റത്തിൽ പ്രവർത്തകരും നേതാക്കളും വളരെ അസംതൃപ്തരാണ്. BJPയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ പോലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കാണാറില്ലത്രേ. രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോഴും സുരേഷ് ഗോപി മറ്റു പരിപാടികളുമായി ഗുരുവായൂരിലായിരുന്നു. ഇതേ തുടർന്ന് വലിയ ഒരു എതിർപ്പും രോഷവും BJP അണികളുടെ ഇടയിൽ നിന്നും ഉണ്ടായി. RSSലെ ഒരു വലിയ വിഭാഗം നേതൃത്വവും സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ തിരഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പലപ്പോഴും സുരേഷ് ഗോപിയെ ഒരു കാര്യത്തിലും കിട്ടാറില്ലെന്നും സാധാരണ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും സുരേഷ് ഗോപിയോട് ഒന്നൊരു കാര്യം പറയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണെന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ശുപാർശയുമായി പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും BJP നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വളരെ അസംതൃപ്തരും രോഷാകുലരുമാണ്. BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്നും ജയിച്ചു പോയപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ ആയിരുന്നു തൃശൂരിലെ BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും. കേരളത്തിൽ ഏറ്റവും വലിയ BJP നേതൃനിരയുള്ള ജില്ല കൂടിയാണ് തൃശൂർ. മാത്രമല്ല നിരവധി പ്രവർത്തകർ, എല്ലാ ബൂത്തുകളിലും നിരവധി പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ് തൃശൂർ. എന്നാൽ ഈ പ്രവർത്തകരെയൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചില ആളുകളുമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാക്കിയത് BJPക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്ത തൃശ്ശൂരിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ പരിശ്രമിച്ച BJP അണികൾക്കോ വേണ്ടിയില്ല, മറ്റു ചില ആളുകൾക്ക് വേണ്ടിയാണോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്രേ. പാർട്ടി പ്രവർത്തകരിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും സുരേഷ് ഗോപി പൂർണ്ണമായും അകന്നു കഴിഞ്ഞു എന്ന സൂചനയാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS നേതൃത്വത്തെ ഇക്കാര്യത്തിൽ ഇടപെടിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. എന്നാൽ അതൊന്നും ഫലവത്തായില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി അതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു മനോഭാവമായി മുന്നോട്ട് പോവുകയാണ്. എനിക്കിതൊന്നും ബാധകമല്ല, എനിക്കാരെയും മൈൻഡ് ചെയ്യേണ്ട, ഇതാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. ഇത് BJPയുടെ അടിവേര് തൃശൂർ ജില്ലയിൽ അറക്കുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എങ്ങനെ വന്നാലും BJPക്ക് ഉറപ്പായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ ഈ താൻ പോരുമ ആ സാധ്യതകളെയും ഇല്ലാതാക്കുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്.